ഈ ഒരു കുഞ്ഞു ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു ഡെസ്ക് ഡെക്കർ ചെയ്താലോ? അതിന് ഇതുപോലെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. സ്റ്റിക്സിനെ ബോട്ടിലിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നും ഗ്ലൂ ഗൺ വെച്ചിട്ട് ബോട്ടിലിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കുഞ്ഞുമക്കളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ സഹായം ചോദിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ഇതേ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്. ഞാനിവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ചെയ്യണത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ വയർ ആവശ്യമായിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് മാസ്കിംഗ് ടേപ്പിന് മുകളിലായിട്ടൊന്ന് നമുക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ടേപ്പ് മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു സമയത്ത് എന്റെ വിരൽ അതിനകത്ത് കുടുങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യണ ഭാഗം എനിക്ക് എടുക്കാനും പറ്റിയില്ല. അതിനുശേഷം ടേപ്പ് ആണെങ്കിൽ കഴിയുകയും ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മാസ്കിംഗ് ടേപ്പിനെ സ്നേക്ക് പ്ലാന്റിന്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. ആദ്യം തന്നെ ഡാർക്ക് ഗ്രീൻ കളറാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രിപ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് യെല്ലോ കളർ വെച്ചിട്ട് ഇതിന്റെ അരികിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ചെയ്തിട്ടുള്ള ബോട്ടിലിനകത്ത് വെക്കാനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഡെസ്ക് ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.